സ്വീഡനിലേക്ക് പറക്കാം പഠിക്കാം സ്റ്റഡി ലിങ്ക്സിലൂടെ. ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. കരീബിയൻ ഐലൻഡുകളിൽ ഡൊമിനിക്ക എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. ഒരു ചെറിയൊരു ദ്വീപാണ്. മൊത്തം കുന്നും മലയും നിറഞ്ഞ ഡൊമിനിക്ക എന്ന് പറഞ്ഞ ആ രാജ്യത്ത് 9 ലൈവ് വോൾക്കാനോകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, വോൾക്കാനോ, അതായത് അഗ്നിപർവ്വതം പൊട്ടിയുണ്ടായ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു രാജ്യമാണ് ഡൊമിനിക്ക എന്ന് പറയുന്നത്. മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ അഗ്നിപർവ്വതം പൊട്ടിയുണ്ടായ ആ ദ്വീപിലാണ് ഞാനിപ്പോൾ ഉള്ളത്, ഡൊമിനിക്ക. ഡൊമിനിക്ക എന്ന് പറഞ്ഞ ആ ദ്വീപിൽ അഗ്നിപർവ്വതങ്ങൾ ധാരാളമുണ്ട്, ബോയിലിംഗ് ലേക്കുകൾ ധാരാളമുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ ഒരു ഹൈക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ആയിക്കോട്ടെ, ഹൈക്ക് എന്ന് പറയുന്നത് എമറാൾഡ് പൂൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ഈ എമറാൾഡ് പൂൾ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പൂള് പോലെ എന്നൊക്കെ തോന്നും, പക്ഷേ ഭയങ്കര രസമാണ്. അപ്പോൾ ഞാൻ രാവിലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവരുടെ ഓഫീസിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കിനും അവിടെ ടിക്കറ്റ് കൗണ്ടറൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. ഓപ്പൺ ആവേണ്ട സമയമൊക്കെ കഴിഞ്ഞു, പക്ഷേ അവിടെ ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. അതിനോട് അകത്തോട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാനങ്ങനെ അകത്തേക്ക് കയറി പോവുകയാണ്. ലോകത്ത് കരീബിയൻ ദ്വീപുകളിൽ ശരിക്കും ഇത്രയധികം ഡെൻസായിട്ടുള്ള ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉള്ള മറ്റൊരു രാജ്യവും വേറെ ഒന്നുമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ കരീബിയൻ ദ്വീപുകളിൽ, കരീബിയൻ രാജ്യങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാജ്യമാണ് ഡൊമിനിക്ക. ആ ഡൊമിനിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണുന്നത്. ഈ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ റെയിൻ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് റെയിൻ ഫോറസ്റ്റ്. റെയിൻ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ മരങ്ങൾ തമ്മിൽ മത്സരിച്ച് മുകളിലേക്ക് വളരും. അതായത് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി, സൂര്യപ്രകാശത്തിന് വേണ്ടി മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിന്ന് മത്സരിച്ച് മുകളിലേക്ക് വളരും. നല്ല നീളമുള്ള മരങ്ങളായിരിക്കും റെയിൻ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ റെയിൻ ഫോറസ്റ്റിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശമുള്ള സമയമാണെങ്കിലും ഇതുപോലെ ഇരുണ്ട് ഇങ്ങനെ ഇരിക്കും. ഇതാണ് റെയിൻ ഫോറസ്റ്റുകളുടെ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ ധാരാളം റെയിൻ ഫോറസ്റ്റുകൾ നമുക്കുണ്ട്. നമുക്ക് റെയിൻ ഫോറസ്റ്റാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ ലക്കിടി ഈസ് വൺ ഓഫ് ദ മെയിൻ റെയിൻ ഫോറസ്റ്റ്. പിന്നെ അഗുംബെ, ഇതൊക്കെ റെയിൻ ഫോറസ്റ്റുകളുടെ ഭാഗമാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇതിനിടയ്ക്കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോകുന്ന ധാരാളം അരുവികളും മറ്റുമൊക്കെ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ധാരാളം മഴകൾ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ്. ഇപ്പം തന്നെ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഓ മാൻ, there you can see the emerald pool. വാവ്, അത് കൊള്ളാല്ലേ. അതായത് ഈ റെയിൻ ഫോറസ്റ്റിൻ്റെ നടുവിൽ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള പൂളാണ് ഈ എമറാൾഡ് പൂൾ എന്ന് പറയുന്നത്. ഈ പൂളിൽ ആക്ച്വലി നമുക്ക് പോയി സ്വിം ചെയ്യാം, കുളിക്കാം, അതിനുള്ള എല്ലാ പരിപാടികളും ഉണ്ട്. ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിലെ മിക്ക ഭാഗങ്ങളും റെയിൻ ഫോറസ്റ്റുകളുടെ പരിധിയിൽ വരുന്നതാണ്. പലതും റെയിൻ ഫോറസ്റ്റുകൾ തന്നെയാണ്. നമ്മുടെ ഈ ഭാഗത്ത് ഡൊമിനിക്കയിൽ വന്നു കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് ശരിക്കും വെസ്റ്റേൺ ഗാട്ട്സിൽ കൂടെ ട്രാവൽ ചെയ്ത പോലത്തെ സെയിം ഫീല് തന്നെയാണ്. കാരണം ഇവിടെയുള്ള ഓരോ പക്ഷികളും പിന്നെ ഇവിടുത്തെ മരങ്ങളും ചെടികളും പൂക്കളും ഇലകളും എല്ലാം ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഞാനങ്ങനെ എമറാൾഡ് പൂള് ജസ്റ്റ് കണ്ടിട്ട് വന്നു. ഇവിടെ ഒരു മനുഷ്യനും ഇല്ല കേട്ടോ. അതായത് വളരെ വിജനം എന്ന് പറഞ്ഞാൽ അതിവിജനം, മൊത്തത്തിൽ വിജനം. അവിടെ കണ്ടില്ലേ, അവിടെ 1-2 ചെറിയ കടകൾ ഇങ്ങനെ തുറന്നു വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. ശരിക്കും ഈ രാജ്യത്തൊക്കെ ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രൂസ് ഷിപ്പുകൾ വരണം, എന്നാൽ മാത്രമേ ഇവിടെയൊക്കെ ആൾക്കാർ വരുള്ളൂ. കൂടുതലും വിമാനത്തിൽ വരുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴും എന്നെപ്പോലെ വരുന്ന ആൾക്കാരും പിന്നെ അതല്ലാതെ വരുന്നവരൊക്കെയാണ്. കൂടുതലും ക്രൂസ് ഷിപ്പ് ടൂറിസമാണ് ഈ രാജ്യങ്ങളുടെയൊക്കെ മെയിൻ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ റെൻറ്റിനെടുത്ത എൻ്റെ പഴഞ്ചൻ വണ്ടി. ഈ വണ്ടിയുടെ ലോക്ക് പോലും ഓട്ടോമാറ്റിക് അല്ല, നമ്മളിങ്ങനെ ലോക്ക് ചെയ്യണം. കച്ചറ റോഡാണ്, കച്ചറ വണ്ടിയാണ്. അയ്യോ, ഒരു കാര്യമുണ്ട്, ഈ വണ്ടിയിൽ ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. മറ്റേ CD പ്ലെയർ ഒക്കെ ഇടാവുന്ന സിസ്റ്റം ഒക്കെ ഇരിപ്പുണ്ട്. CD പ്ലെയർ ഗൈസ്, CD ഒക്കെ കണ്ട കാലം പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ CD ഒക്കെ ഉപയോഗിച്ച കാലഘട്ടം? നമ്മൾ CD-യും DVD-യും എന്തൊക്കെ പരിപാടിയായിരുന്നു. CD റീറൈറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു, അത് ഉപയോഗിക്കുന്നു, ഇത് ഉപയോഗിക്കുന്നു, എന്തൊക്കെ പരിപാടികളായിരുന്നു. നമ്മുടെ ഹൈ റേഞ്ചിലൂടെ വണ്ടി ഓടിക്കുന്ന സെയിം ഫീലാട്ടോ ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത്, സെയിം ഫീല്. ഞാൻ ഈ വണ്ടി റെന്റിനെടുത്ത സമയത്തുണ്ടല്ലോ, അവരോട് ചോദിച്ചു, യു ഡ്രൈവ് ലെഫ്റ്റ് ഇൻ ഇന്ത്യ റൈറ്റ്? പറയാ ഓക്കെ, സോ ഐ എം നോട്ട് ചാർജിങ് യു എനി എന്താ പറയുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫ്രം യുവർ കാർഡ്. പറഞ്ഞാൽ ഓക്കെ, താങ്ക് യു, ബട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ കൊണ്ടുവരണം. സാധാരണ ഇതിൽ നമ്മൾ വണ്ടി റെന്റിനെടുക്കുന്ന സമയത്ത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വേണം. ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ വണ്ടി റെന്റിന് കിട്ടത്തില്ല. കാരണം ക്രെഡിറ്റ് കാർഡ് അവർ ഓതറൈസ് ചെയ്യും.
അല്ലെങ്കിൽ അവർ ഇത്രയും ഒരു ചിലപ്പോൾ ഒരു $500 ചിലപ്പോൾ ഒരു $200 $300 അവർ ചിലപ്പോൾ നമ്മുടെ കാർഡ് ഓതറൈസ് ചെയ്ത് വെക്കും, ബ്ലോക്ക് ചെയ്ത് വെക്കും. അത് അവർ ചാർജ് ചെയ്യല്ല, ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും നമ്മൾ ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ ആ പൈസ അവർ എടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് വെക്കുന്നത്. രാവിലെ നമ്മൾ വണ്ടി എടുത്ത ചേച്ചി അങ്ങനെയൊന്നും ചെയ്തില്ല ഗൈസ്. ഞാൻ റോഡിലൂടെ പോകുമ്പോൾ ഒരു 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 സാധനം കണ്ടില്ലേ, റോഡിൽ ഇങ്ങനെ ഇങ്ങനെ അത് ഇരിക്കുക, അത് ചത്തിരിക്കുകയാണ് കണ്ടില്ലേ. അത് എന്ത് മൃഗമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എന്ത് മൃഗമാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. എന്താ സംഭവം എന്നത് മനസ്സിലാവുന്നില്ല. അത് എലിയല്ല, കീരിയല്ല. അത് കീരിയാണോ? കീരി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഇവിടെ പാമ്പുകളൊക്കെ ഉണ്ട്, കീരിയുണ്ട്. പക്ഷെ ഇത് എന്ത് സംഭവം, കീരിയാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിങ്ങനെ ചത്തിട്ടില്ല കേട്ടോ, അത് ഞാൻ കരുതി ചത്തിട്ടുണ്ടെന്ന്. ഓ ദാറ്റ്സ് നോട്ട് ദാറ്റ്. അത് വണ്ടി ഇടിച്ചതോ എന്തോ ആണെന്ന് തോന്നുന്നു. ഐ റിയലി ഡോണ്ട് നോ വാട്ട് ഈസ് ദാറ്റ്. എന്താ സംഭവം എന്ന് അറിയുന്നില്ല. കീരിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാനിപ്പോൾ ഇവരുടെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായിട്ടുള്ള റോസോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ദ്വീപിൻ്റെ വേറൊരു ഭാഗത്ത് നിന്നും ഞാനിപ്പോൾ മറ്റൊരു ഭാഗത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് താഴെ നമുക്ക് കാണുന്നത് കടലാണ്. ആ കടൽ തീരത്തുള്ള ഒരു പരന്ന പ്രദേശത്താണ് ശരിക്കും ഇവരുടെ ക്യാപിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, ഇത്ര ഉള്ളു. അവിടെ ഒരു റൺവേ ഉണ്ടോ, ചെറിയ റൺവേ ഉണ്ടോ. അത് ഒരു എയർപോർട്ട് ഇവിടെ ഉണ്ട്, പക്ഷെ അവിടെ ചെറിയ കുഞ്ഞു വിമാനങ്ങൾ മാത്രം വല്ലപ്പോഴും വരത്തേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ കടൽ കണ്ടോ, ഇങ്ങനെ കടൽ ഏതാ ആകാശം ഏതാന്ന് മനസ്സിലാവാത്ത രീതിയിൽ കടൽ കണ്ടോ. ഞാൻ കുറെ നേരമായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് ആ കടലാണ് ഇങ്ങനെ കാണുന്നത്. ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരുന്നു, കടലാണോ ആകാശമാണോ എന്താ. ഭയങ്കര രസം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആളും പേരും ഒക്കെ കണ്ടു തുടങ്ങും. കാരണം നമ്മളിപ്പോൾ ഇവരുടെ ആ ഒരു നഗരത്തിനോട് അടുപ്പിച്ചെത്തുകയാണ്. ഈ രാജ്യത്തിന്റെ പകുതിയിലധികം വരുന്ന പോപ്പുലേഷൻ ജീവിക്കുന്ന ഒരു നഗരത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. നഗരം എന്താ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിലെ ഒരു വില്ലേജ് എന്നൊക്കെ വേണമല്ലേ പറയാൻ പറ്റുള്ളൂ. അതായിരിക്കും ഇവിടുത്തെ നഗരം. ഇവിടെ മൊത്തം കടച്ചക്കയാണ് കേസ്. ഇത് കണ്ടില്ലേ, നോക്കി നിങ്ങളുടെ നല്ല അടിപൊളി കടച്ചക്ക. ഈ കടച്ചക്ക ഇവർ വറക്കും, നമ്മൾ ഉപ്പേരി വറക്കുന്ന പോലെ തന്നെ ഇവർ കടച്ചക്ക വറക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും വറുത്ത് തരും. നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ വറക്കാറുണ്ട് ചില സമയത്ത്. അങ്ങനെ നമുക്ക് ആ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ ഒന്ന് വീണ്ടും കാണാം. ഈ കാണുന്നതൊക്കെ വീടാണ്. വീടിൻ്റെ മുകൾ ഭാഗം ടെറസാണ് ഈ കാണുന്നത്. അവരുടെയൊക്കെ വ്യൂ നോക്കിയേ, അങ്ങ് ദൂരെ ഫുള്ള് കടലും താഴെ എയർപോർട്ടിൻ്റെ റൺവേയും. ആ എയർപോർട്ട് കണ്ടിട്ട് അവിടെ വിമാനങ്ങളൊന്നും ഇറങ്ങുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും ഇവർക്ക് ഈ ഒരു എയർപോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഇവിടെ ഭയങ്കര എളുപ്പമായിരുന്നു. വരുന്ന ആളുകൾക്കൊക്കെ നേരെ സിറ്റിയിൽ തന്നെ വന്ന് ഇറങ്ങാമായിരുന്നു. ഇതിപ്പോൾ അവിടെ നിന്ന് ഒരു 10-45 കിലോമീറ്റർ വണ്ടി ഓടിച്ചാൽ മാത്രമേ ഇവിടെ എത്താൻ പറ്റുള്ളൂ. അവിടെ ചെറിയ 1-2 വിമാനങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. അത്രയും ചെറിയ വിമാനങ്ങളെ അവിടെ ഇറങ്ങുള്ളൂ. ശരിക്കും ഭാവിയിൽ മിക്കവാറും ഇവർ ഫണ്ട് ഇറക്കിയിട്ട് ഈ കടലൊക്കെ നികത്തി ചിലപ്പോൾ എയർപോർട്ടൊക്കെ പണിയാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ചൈനയാണ് ഫണ്ട് ഇറക്കുന്നത്. കരീബിയനിലെ പല രാജ്യങ്ങളിലും ചൈനയാണ് ഫണ്ട് ഇറക്കുന്നത്. ശരിക്കും ഇവിടുത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ പണിത് കൊടുത്തിരിക്കുന്നത് ചൈനയാണ്. പല ഇൻവെസ്റ്റ്മെൻറ്റും ഇവിടെ ചൈനയുടെ വകയായിട്ട് ചെയ്യുന്നുണ്ട്. ചൈനയ്ക്ക് അമേരിക്കയ്ക്ക് അടുത്തുള്ള പല രാജ്യങ്ങളോടും ഭയങ്കര സ്നേഹമാണ്. ഇന്ത്യക്ക് അടുത്തുള്ള രാജ്യങ്ങളോട് സ്നേഹമാണ്. ഇപ്പോൾ ഇന്ത്യയോട് സ്നേഹമാണ്. അതേ ഒരു വിമാനം അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണെന്ന് തോന്നുന്നു. അടിപൊളി, നമുക്കത് കാണാം. എന്തായാലും ഒരു നല്ലൊരു കറക്റ്റ് ടൈമിലാണ് ഞാൻ വന്നത്. ഒരു ചെറിയ കുഞ്ഞു വിമാനം ഇത് കണ്ടില്ലേ, ഇതുപോലെയുള്ള ഡിഹാവിലൻഡ് കാനഡ ട്വിൻ ഓട്ടർ വിമാനങ്ങൾ ഇതാണ് ഇവിടെ നിന്നും വരുന്നത്. ഇത് മാത്രമേ ഇവിടെ വരുള്ളൂ. ATR പോലും ഇറങ്ങത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നില്ലേ, അതൊക്കെയാണല്ലോ പോകുന്നത്. ചിലപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓടിച്ചുകൊണ്ട് പോകുമായിരിക്കും. ടാക്സി വേ ഒന്നും ഇല്ലല്ലോ. ഇത് കണ്ടു കഴിഞ്ഞാൽ റോഡ് പോലെയാണുള്ളത്. റൺവേ എന്നൊന്നും പറയാൻ പറ്റുകയല്ല. ഇത് കുഞ്ഞ് റോഡ്. പുള്ളി എന്താ ചെയ്യുന്നത് അവിടെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് കളിക്കുവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ ഭാഗത്ത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഇപ്പോൾ വന്ന് ലാൻഡ് ചെയ്തതുമായിരിക്കാം. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അത് തന്നെ, അത് വേറെ സൈഡിൽ കൂടെ വന്ന് ലാൻഡ് ചെയ്താൽ ഞാൻ കണ്ടില്ല. ഇതെന്തായാലും നല്ല സ്കൈ ആണ് കണ്ടില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ബൊഗൻവില്ല, മറ്റേ ഗോൾഡ് സ്പോട്ട്, ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ സെയിം സംഭവങ്ങൾ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് ഇവിടുത്തെ വ്യൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി വ്യൂ. അങ്ങനെ ഞാൻ ഇവരുടെ നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കടൽ തീരത്തെത്തി. ഈ ഭാഗത്താണ് കുറച്ചെങ്കിലും ഇവർക്കൊരു പരന്ന ലാൻഡ് ഉള്ളത്. പരന്ന ലാൻഡ് കുറച്ചേ ഉള്ളൂ കേട്ടോ, വളരെ കുറച്ചേ ഉള്ളൂ. ആ ഉള്ള സ്ഥലത്താണ് ഈ പറഞ്ഞ പോലെ കുറച്ച് സെറ്റിൽമെന്റും പോർട്ടും ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ റോസോ എന്ന് പറയുന്ന ഇവരുടെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് റോസോ എന്ന് പറയുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനുള്ള ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇത്ര നേരം കണ്ട രാജ്യമൊന്നുമല്ല. ഒരു പഴയ, അതായത് എന്താ പറയുക, നമ്മളൊരു 80കളിലെ കേരളം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പൊക്കെയാണ് എനിക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പഴയ കെട്ടിടങ്ങളും പഴയ കടകളും പഴയ വണ്ടികളും പിന്നെ ഒട്ടും മോഡേൺ അല്ലാത്ത സ്റ്റഫുകളൊക്കെ ഉള്ള ഒരു സ്ഥലം.
ഒരു നമുക്ക് കാണുമ്പോഴത്തേക്കിന് ഒരു ഒരു എന്താ പറയാ, ഒരു പഴമ ഒരു സംഭവം ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം. അതാണ് എനിക്ക് ഇവിടെ തോന്നുന്നത്. കാരണം എല്ലാം പഴയ സെറ്റപ്പുകളാണ്. സോ എനിക്ക് അങ്ങനെ ഒരു വലിയൊരു ചാമൊന്നും ഫീൽ ചെയ്യുന്നില്ല. മൊത്തം ഇങ്ങനെയാണ്. ബാക്കി എങ്ങനെയാന്നുള്ള നമുക്ക് നോക്കാം. ഇതെല്ലാം ഐലൻഡ് ലൈഫ് എന്ന് പറയുമ്പോൾ മൊത്തം ഇങ്ങനെയാണ്. എല്ലാവരും ഭയങ്കര ചില്ലായിരിക്കും, റിലാക്സ്ഡ് ആയിരിക്കും. ഒരു ലേറ്റ് ബാക്ക് ലൈഫായിരിക്കും ഇവിടുത്തെ ആൾക്കാർ തന്നെ. മൊത്തം അലസന്മാരും മടിയന്മാരും അങ്ങനെ ആ ഒരു സെറ്റപ്പാണ്. മനസ്സിലായില്ലേ? ആ സംഭവം. ഈ കാണുന്ന ഈ ഒരു ചെറിയ സ്ഥലം കണ്ടില്ലേ? ഈ ഒരു ചെറിയ സ്ഥലമാണ് ഇവരുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ആ ഒരു റോസോ എന്ന് പറയുന്നത്. ഈ ഒരു റോസോ എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും ഏതൊരു ഐലൻഡ് രാജ്യത്ത് പോയാലും നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഇതുപോലെ കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടാവും. അവിടെ ആയിരിക്കും അവരുടെ സിറ്റി അഡ്മിനിസ്ട്രേഷൻ ഏരിയയും പോർട്ട് ഓഫീസുകളും പിന്നെ മാർക്കറ്റും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഭാഗത്തായിരിക്കും ഇവരുടെ ഹോസ്പിറ്റലുകൾ, ഗ്രൗണ്ടുകൾ, പിന്നെ എന്തൊക്കെ പരിപാടികളുണ്ടോ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കാണാൻ സാധിക്കുന്നത് അവിടെ ആയിരിക്കും. അവിടെയൊക്കെ ശരിക്കും ഭയങ്കര മനോഹരമായിട്ടുള്ള കുറച്ച് സീ ഫേസിങ് റെസ്റ്റോറൻറ്റുകളും റിസോർട്ടുകളും വരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. നല്ല തിരക്കുള്ള ഒരു ഏരിയ ആണ്. തിരക്ക് മാത്രമല്ല, നല്ല ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയൽ വ്യൂ ആണ് ഇപ്പോൾ ഇതിൻ്റെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഡ്രോൺ പറത്താം. എയർപോർട്ട് സമീപമാണ്, പക്ഷേ എന്നിരുന്നാലും ഡ്രോൺ പറത്താം. നമുക്കൊരു 60 മീറ്റർ ഓൾട്ടിറ്റ്യൂഡ് വരെ പറത്താൻ സാധിക്കുകയുള്ളൂ. അതിന് മുകളിലേക്ക് നമുക്ക് പറത്താൻ പറ്റില്ല. നടുഭാഗം മൊത്തം മലകളാൽ ചുറ്റും കടൽ കൊണ്ട് ചുറ്റപ്പെട്ട ആ ഒരു മനോഹരമായിട്ടുള്ള ദ്വീപിൻ്റെ ആ ഒരു ഡൊമിനിക്ക എന്ന് പറഞ്ഞ രാജ്യ തലസ്ഥാന നഗരമാണ് എൻ്റെ ഈ ചെറിയ ക്യാമറ കണ്ണുകളിലൂടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ അല്ലേ, ഇത്ര ഉള്ളല്ലേ ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുമ്പോൾ. ഞാൻ കുറേ നടന്ന് കഷ്ടപ്പെട്ട് ഞാനൊരു പാർക്കിംഗ് ഫൈനലി കണ്ടുപിടിച്ചു. ഇവിടെ നോ പാർക്കിംഗ് ബോർഡൊന്നുമില്ല, പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. ഇവിടെ മുമ്പിൽ കാണുന്ന ഈ സ്ഥലം കണ്ടോ, ഇവിടെയാണ് ശരിക്കും ഇവരുടെ ക്രൂസ് ഷിപ്പ് വരുന്നത്. അതുപോലും ദാരിദ്ര്യാവസ്ഥയിലായിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നില്ല ഇവിടെ കാര്യമായിട്ട് ക്രൂസ് ഷിപ്പ് വരുന്നുണ്ട്. അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഒരു സെറ്റപ്പാണ്. ഇനി ചിലപ്പോൾ പുതിയ എന്തെങ്കിലും സെറ്റപ്പ് ഇവർ പണിതെങ്കിലേ ഉള്ളൂ. ക്രൂസ് ഷിപ്പൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ നല്ല തിരക്കും ബഹളമൊക്കെ ഉണ്ടാവും. ശരിക്കും ഞാനിപ്പോൾ ഇവരുടെ സിറ്റി സെൻറ്ററിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. കണ്ടില്ലേ, ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ, ഏറ്റവും കൂടുതൽ അടിമകളെ, അതായത് സ്ലേവ്സിനെ കൊണ്ടുവന്ന് കച്ചവടം നടത്തിയിരുന്ന ഒരു രാജ്യമാണ് ഡൊമിനിക്ക എന്ന് പറഞ്ഞത്. പണ്ട് ബ്രിട്ടീഷുകാർ അടിമകളെ വിട്ടയക്കുക എന്ന് പറയത്തില്ല, അല്ലെങ്കിൽ അവരെ ഫ്രീ ആക്കുക. അങ്ങനെ ഫ്രീ ആക്കിയതിൻ്റെ ഒരു വാർഷികമായിട്ട് 2013 ഇവിടെ നിർമ്മിച്ചൊരു മോണുമെൻ്റാണിത്. കഷ്ടമുണ്ട്, ആ അത്രയും നല്ലൊരു മോണുമെൻ്റ് അതിവിടെ ഇങ്ങനെ കാട് പിടിച്ച് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കിനും ഐ ഫീലിംഗ് വെരി സാഡ്. This monument is a symbol of freedom and emancipation. It is tribute to all the enslaved Africans who suffered and were executed in the history of Dominica. In honors the Maroons who risked their lives എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ചെറു റോഡുകളെല്ലാം വൺ വേ റോഡുകളാണ്. പല സ്ഥലത്തും കരീബിയൻ പാട്ടുകൾ നമുക്കിങ്ങനെ കേൾക്കാൻ സാധിക്കും. ഇവിടുത്തെ KSEB ഓഫീസാണെന്ന് തോന്നുന്നു, ഡൊമിനിക്ക ഇലക്ട്രിസിറ്റി സർവീസസ് ലിമിറ്റഡ്. വീടുകളും കെട്ടിടങ്ങളൊക്കെ കണ്ടോ, അതെല്ലാം ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ആ ഒരു സ്റ്റൈലിലാണ് പല സംഭവങ്ങളും. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് ഈ കാണുന്നത്, ദ ഗ്രേറ്റ് ഓൾഡ് ഹൗസ് റെസ്റ്റോറൻറ്റ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഒരു വർക്കിംഗ് ഡേ ആണ്. ഈ വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇവിടെ ഒന്നും ഒരു തിരക്കും ബഹളവും ഒന്നും കാണുന്നില്ല. വളരെ കുഞ്ഞു വീടുകളും അതേപോലെ തന്നെ ഇതുപോലെയുള്ള തടി കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങളൊക്കെയാണ് പലതും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പെട്രോൾ പമ്പ് ഉണ്ടോ, വെസ്റ്റ് ഇൻഡീസ് പെട്രോൾ പമ്പ്. ഇതെങ്ങനെയാണ് ഇതിനകത്തുനിന്ന് പെട്രോൾ അടിക്കുന്നത്? ഇതെവിടെ വണ്ടി താഴെ ഒത്തിരി അടിക്കണം. എന്തൊക്കെ പരിപാടികളല്ലേ, പറയണ്ട, കോമഡിയാണ് ഇവിടുത്തെ സെറ്റപ്പുകളെല്ലാം. അയ്യോ, വണ്ടിയുടെ കളർ നോക്കിയേ, പിങ്ക്, നൈസ് കളർ, കിടിലൻ കളറ്. ടാക്സിയാണത്, ഈ പിങ്ക് ടാക്സി. ഇവിടുത്തെ ഒരു പള്ളി ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരു 75-80% ആൾക്കാരും ക്രിസ്ത്യാനികളാണ്. പിന്നെ ഈ കരീബിയൻ രാജ്യങ്ങൾ നമുക്ക് ബെന്തക്കോസ്തുകാർ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. ബെന്തക്കോസ്ത് വിശ്വാസികൾ ധാരാളമുള്ള ഒരു സ്ഥലമാണിത്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒരു പഴയ സെറ്റപ്പാന്ന്. എല്ലാം പഴമയാണ്, എല്ലാം പഴമയാണ് മൊത്തത്തിൽ എവിടെ നോക്കിയാലും. ഈ പല സ്ട്രീറ്റ് സെല്ലേഴ്സിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഈ വണ്ടിയും കൊണ്ട് വന്നിട്ട് കാർ ബൂട്ട് സെയിൽ നടത്തുന്ന ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം കർഷകരുള്ള നാടാണ്, കൃഷി നല്ല രീതിയിൽ ചെയ്യുന്ന നാടാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കും ഒക്കെ. അപ്പോൾ അവർ സ്വന്തമായിട്ട് വന്ന് കച്ചവടം ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇവിടെ വിൽപ്പനയ്ക്ക് ഇരിക്കുന്ന ആൾക്കാർ അവരുടെ നിന്ന് വാങ്ങിച്ച് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ വീടൊക്കെ കണ്ടോ, എന്ത് ക്യൂട്ടല്ലേ. വീടാണോ എന്താണെന്നറിയില്ല, ഓഫീസോ എന്താണെന്നറിയില്ല. അത് പഴമൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഏത്തപ്പഴം നമ്മുടെ നാട്ടിലെ ഏത്തപ്പഴം കണ്ടോ. ഈ സാധനം അതേപടി ഡിറ്റോ ഇവിടെ കിട്ടും, ഏത്തപ്പഴം. അടിപൊളി. ഇതെന്താണ്, ന്യൂ ഇന്ത്യ അഷുറൻസോ?
ഇതെന്താണ് ഇവിടെ ഉണ്ടോ ഇത്? ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള കമ്പനിയല്ലേ? ഇതെങ്ങനെ ഇവിടെ? ഇതിനെപ്പറ്റി അറിയാവുന്നതിന് കമൻറ്റ് ചെയ്യണം. എന്താ സംഭവം മനസ്സിലാവുന്നില്ലേ? അതെന്നാ പരിപാടി എന്ന് മനസ്സിലാവുന്നില്ല. ഇതൊരു സൂപ്പർ മാർക്കറ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ കച്ചവടക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടെ ഭാഷ ഒരു പ്രശ്നമല്ല, ഫുൾ ഇംഗ്ലീഷ് സ്പീക്കിങ്ങാണ്. എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും. ഇംഗ്ലീഷാണ് ഇവരുടെ ഭാഷ. എന്തോ പാട്ടും ബഹളവും ഒക്കെ കേൾക്കാമല്ലോ. അവിടെ തന്നെ കുറേ കുട്ടി ഇവരുടെ നാഷണൽ ഡേയോ മറ്റോ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അവിടെ കുറേ കുട്ടികളിങ്ങനെ ജാഥയായിട്ടൊക്കെ പോകുന്ന കാണാം. ഓ വാവ്, ഇത് കൊള്ളാലോ. ഈ രാജ്യത്തെ സ്കൂളിലെ എല്ലാ കുട്ടികളും ഉണ്ടെന്ന് തോന്നി ഇവിടെ. നോക്കി, ഇത് ഇവരുടെ സ്വാതന്ത്ര്യദിനം പോലത്തെ പരിപാടി കേട്ടോ. കളർഫുൾ, എന്ത് കളർഫുൾ ആണെന്ന് നോക്ക്. നമ്മുടെ നാട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് പിള്ളേരെ കൊണ്ടുപോകുമല്ലേ പരേഡിന്. അപ്പൊ അങ്ങനെ ഇവരുടെ പരേഡാണ് ഈ കാണുന്നത്. കണ്ടോ, ഫ്ലാഗ് ഒക്കെ പിടിച്ചിട്ട് കുട്ടികളെ പാരന്റ്സ് കൊണ്ടുപോകുന്നു. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പരിപാടി. പിള്ളേരൊക്കെ ഫുള്ള് ജോളിയാണ്, ഡാൻസ് കളിച്ച്. ശരിക്കും ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഹോട്ട് ആൻഡ് ഹ്യൂമിഡായി. ഞാൻ ഉണ്ടായിരുന്ന മലനിരകളിൽ ചൂടൊന്നും ഇല്ലായിരുന്നു. എനിക്കിപ്പോ എൻ്റെ പഴയ സ്കൂൾ കാലഘട്ടം ഓർമ്മ വരുന്നു ഗൈസ്. ഹലോ. അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇവരെങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാമല്ലോ. എന്തായാലും ഇവര് ഇവിടെ ഒരാൾ ലൈവും ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് പ്രോഗ്രാം. പരിപാടി കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കളർഫുൾ ആയിരുന്നു. ഇത് ഇവരുടെ പോലീസിന്റെ വണ്ടിയാണ് ഈ കാണുന്നത്. ഈ വീട് കണ്ടോ, പൂക്കളൊക്കെ വെച്ച് ചെടികളൊക്കെ വെച്ച് നല്ല സെറ്റാക്കി വെച്ചിരിക്കുന്നൊരു വീട്. ഇവരുടെയൊക്കെ പാസ്പോർട്ട് എന്ത് സ്ട്രോങ് പാസ്പോർട്ടാണെന്നറിയോ? ഇവർക്കൊക്കെ ലോകത്തിന്റെ ഏകദേശം 100-140 രാജ്യങ്ങളിലേക്ക് ഈ കരീബിയൻ നാടുകളിൽ നിന്ന ആൾക്കാർക്ക് വിസ ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റും. യൂറോപ്പ് അടക്കം പല രാജ്യങ്ങളിലേക്കും ഈ പല കരീബിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്കും വിസ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പാസ്പോർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഭയങ്കര പവർഫുൾ പാസ്പോർട്ടാണ്. പിള്ളേരുടെ എല്ലാം പേരെഴുതി വെച്ചിട്ടുണ്ട് അവരുടെ പുറകില്. എല്ലാവരുടെയും പേര് കണ്ടോ? ആണോ, അത് അവരുടെ പേരാണോ? അതോ അവരുടെ പേരല്ലെന്ന് തോന്നുന്നു. അല്ല, അവരുടെ എന്താണെന്നറിയില്ല, എന്തോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിള്ളേരുടെ. ഇങ്ങനെ ഞാനും അവരുടെ കൂടെ കൂടിയിരിക്കുകയാണ്. അവിടെ ടി വിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ഒരു ടി വി ആങ്കറൊക്കെ ഉണ്ട് കൂട്ടത്തില്. അതന്നെ ഇവരുടെ നാഷണൽ ഡേ ആണ്. എല്ലായിടത്തും ഫ്ലാഗും പരിപാടികളൊക്കെ ഉണ്ട്. എന്നാലും എത്ര പിള്ളേരല്ലേ. അതായത് ഈ രാജ്യത്തെ എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ്, ഈ രാജ്യത്തെ എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെ കൊണ്ടുവന്ന് പങ്കെടുപ്പിച്ച് നടത്തുന്ന റാലിയാണ് ഈ കാണുന്നത്. ഇവിടെ ഇഷ്ടംപോലെ നല്ല വൈബുള്ള റെസ്റ്റോറൻറ്റുകളും ബാറുകളും അങ്ങനെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ? ഓ, ഇതെന്താ സംഭവം? ഇതൊരു ബാറാണോ? ഇത് ബാറാണ്. ഓക്കെ, പ്ലീസ് പേ അപ്പോൺ ഓർഡറിങ്. ആൾക്കാരൊക്കെ ചില്ലാണ്. ഇതെന്തത്? എല്ലാവരും ഇവരുടെ നാഷണൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണോ എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ചേട്ടാ, ഞാനൊന്ന് ക്രോസ് ചെയ്തോട്ടെ? യാ, താങ്ക് യു. ഇതെന്താ ഉണ്ടാക്കുന്നേ? വാട്ട് ഈസ് ദിസ്? Cassava. Oh, okay. So it's like a bread. Yes. Okay. Thank you. കസാവ വെച്ച്, അതായത് എന്താണെന്ന് മനസ്സിലായില്ല, അത് വെച്ചുണ്ടാക്കുന്ന ബ്രെഡാണ്. ഞാനിവിടുത്തെ മാർക്കറ്റിൽ കയറിയേ 1-2 സുവനീറുകൾ വാങ്ങും. അതിന് വേണ്ടി വന്നതാണ്. $10 സുവനീർ. So this is your national day, right? Yeah, Flag Day. Flag Day? Yes, it's not the Oh, it's not the national day. No, it's not. It's 3rd of November. It's in November. No. 3rd of November. 3rd of November. Okay. November. Okay. Thank you so much. Thank you. God bless Thank you. Thank you. You print it yourself? I do all my prints. You do your print? No screen. That's screen. Oh, you screen print? Yeah. Oh, that's nice. Okay. Oh. Screen. I do screen. Silk screen t-shirt printing. Okay, so you buy the t-shirts and you print it yourself. You do the screen print. Okay. Nice. It's what a bit straight colors. Oh. Screen. All I screen. So that's why you have all the Dominican. Yeah, that's nice. Okay. What's your name? Bernard. Oh, that's your name. Bernard Silk Screen. Nice to meet you, Bernard. Yeah, man. Yeah, happy Flag Day. Yeah. ഇതൊക്കെയാണ് ഇവിടുത്തെ ടൂറിസ്റ്റുകൾ കപ്പലിൽ വന്നിറങ്ങി കണ്ടുപോകുന്ന സ്ഥലം. ഓ, ഇത് തന്നെ സെറ്റപ്പ്. ഇത് പേയ്മെൻ്റ് എന്നും പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു കൊളോണിയലിസത്തിൻ്റെ പ്രതീകം വല്ലതായിരിക്കാം, മേ ബി. ഇവിടെ കണ്ടോ ഇവരുടെ ഇതെന്ത് ഡ്രസ്സാണ് ഇത്? നൈസാണല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ. ചിലപ്പോൾ ഇവരുടെ എന്തെങ്കിലും നാഷണൽ ഡ്രസ്സ് പോലത്തെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും. നല്ല ഭംഗിയുണ്ട് കാണാനേ, പല കളർഫുൾ സാധനങ്ങൾ. എന്താ പരിപാടി എന്ന് ചോദിച്ചോ കേട്ടത്, എന്താ സംഭവം എന്നുള്ളത്. ഹലോ, വാട്ട് കൈൻഡ് ഓഫ് ഡ്രസ് ഇസ് ദിസ്? What kind of clothes are this? Madras. These are madras. Independent special. Ah, okay. So people wear this.
On 3rd of November, you're going to get everybody wearing that in the park, and then 31st. Okay, so is it something like a national dress or traditional Yes, wear? it's a national dress, is a traditional. Oh, that's cool. Okay, that's nice. Okay, thank you. ഇതാണ് ഇവരുടെ ക്രൂസ് ഷിപ്പ് ബർത്ത് എന്ന് പറയുന്ന സ്ഥലം. ഒരു റിസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, പക്ഷെ എന്നാലും അങ്ങോട്ട് എല്ലാവരും കയറി പോകുന്നുണ്ട്. നമ്മൾ ഇതുവരെ കണ്ട രാജ്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശോക അവസ്ഥയിലുള്ള ക്രൂസ് ഷിപ്പ് ബർത്ത് ഏരിയ ഇതാണ്. ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്ക് സമീപത്തുള്ള ചെറിയ ഐലൻഡുകളിലേക്കൊക്കെ ഫെറി സർവീസുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫെറിയാണ് വരുന്നത്. ഇവിടെ ഞാനങ്ങനെ അധികം എന്താ പറയുക, ഇന്ത്യക്കാരെ കണ്ടതേ ഇല്ല. മലയാളികളെ ഞാൻ കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയതേ ഇല്ല എനിക്ക്. തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് എന്ന് കുറച്ച് പേരൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ ഞാൻ കുറേ നോക്കി ഇവിടെ ആരെങ്കിലും മലയാളീസിനെ കാണാൻ പറ്റുമോ എന്നുള്ളത്. ലൈക്ക് ഐ കുഡൻ ഗെറ്റ് എനിവൺ. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇവിടെ ആരെങ്കിലും മലയാളീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, നമുക്ക് നോക്കാമല്ലോ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയണമല്ലോ. ഇവിടെ ഒരു ഫോർട്ട് യങ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു സാധനം കാണാം. മുമ്പിലൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. എന്ത് സംഭവം നോക്കട്ടെ. നോ ഫോട്ടോസ് ഓർ വീഡിയോസ്, സെൽഫോൺ. ഓ, ഇത് മറ്റേ ജുവല്ലറിയാണ്. ജുവല്ലറിക്കകത്ത് കാരണമെങ്കിൽ എന്തൊക്കെ സെറ്റപ്പുകളാണ് ഇവിടെ. ഓ, ഇതൊക്കെ മറ്റേ റെസ്റ്റോറൻറ്റുകളാണ് ഇല്ലല്ലേ. ഇവിടെ മറ്റേ ഹാർബർ വ്യൂവിലിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനും ഡ്രിങ്ക്സ് കഴിക്കാനും ഒക്കെയുള്ള ഒരു സെറ്റപ്പ്, അങ്ങനത്തെ ഒരു സ്ഥലം. ഇതിവിടെ ഒരു ഡൈവ് ഷോപ്പ് ഉണ്ട്. ഡൈവിങ്ങിന് കൊണ്ടുപോകുന്ന ആൾക്കാരെ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന സ്ഥലമാണിത്. ഇവിടെ കരീബിയൻ ദ്വീപുകളെന്ന് പറയുന്നത് ലോകത്തിലെ വളരെ മനോഹരമായിട്ടുള്ള ഡൈവിംഗ് ഡെസ്റ്റിനേഷനും കൂടിയാണ്. സീസൺ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഡൈവ് ചെയ്യുന്നവർക്ക് ഡൈവ് ചെയ്യാം. ഈ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിന്റെ ഹൗസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രസിഡൻസ് ഹൗസ്, അതേപോലെ തന്നെ ഇവരുടെ പാർലമെന്റ് മന്ദിരം, അതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാലോചിച്ചേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാ ചെറിയ ചെറിയ സെറ്റപ്പുകളാണ് ഇവിടെ നമുക്ക് കാണുന്ന ഈ സമയം. എന്തായാലും സെയിന്റ് കിറ്റ്സ് ആൻഡ് നെവിസിൽ നമ്മൾ കണ്ടതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം ഈ സീ ഫേസിംഗ് ആയിട്ടുള്ള ബിൽഡിങ്ങും ബാക്കിയുള്ള സംഭവങ്ങളാണ്. പിന്നെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അധികം ഉയരമില്ലാത്ത ചെറിയ കെട്ടിടങ്ങളാണ് നമുക്കെല്ലാം കാണാൻ സാധിക്കുന്നത്. മിക്കതും ഈ പറഞ്ഞ പോലെ നമുക്ക് തകരത്തിന്റെ റൂഫ് ആണ് വെച്ചിരിക്കുന്നത്, അല്ലാതെ വേറെ കോൺക്രീറ്റ് റൂഫിംഗ് ഒക്കെ വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു രാജ്യത്തിന്റെ ആകാശ ദൃശ്യം, രാജ്യത്തിന്റെ അല്ല, രാജ്യ തലസ്ഥാനത്തിന്റെ ആകാശ ദൃശ്യം കൊള്ളാല്ലേ. ഞാൻ റോസ എന്ന് പറഞ്ഞ അവരുടെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് ഞാൻ ശരിക്കും ഇവിടെ നമുക്ക് ഇവരുടെ ജിയോ തെർമൽ ആക്ടിവിറ്റീസും പിന്നെ ഏറ്റവും വലിയ തിളയ്ക്കുന്ന കുളമൊക്കെ ഉള്ള സ്ഥലമൊക്കെ കാണാൻ പോകാന്നൊക്കെ കരുതി അതിന്റെ ഭാഗത്തേക്കൊക്കെ പോയി. അവിടെ ഭയങ്കരമായിട്ട് എന്തോ വർക്കൊക്കെ നടന്നു, റോഡ് പണിയൊക്കെ നടക്കുന്നത്, ഭയങ്കര സ്റ്റീപ്പ് കയറ്റം ഒക്കെ ആയിട്ട് എന്തോ ലൈക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ഥലം. അത് മാത്രമല്ല അവിടെയൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രക്കിങ് ചെയ്ത് പോയാൽ മാത്രമേ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഡ്രോൺ പറത്തിയെടുക്കാനും പ്രാക്ടിക്കലി പോസിബിൾ അല്ല, കാരണം അത് ഭയങ്കര ദൂരെയാണ്. അപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചു. ഞാനിപ്പോൾ ഇവിടെ നിന്ന് റോസയിൽ പോർട്സ്മൗത്ത് എന്ന് പറഞ്ഞ ഇവരുടെ സീസൈഡിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ഇന്ത്യൻ റിവർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അത് കാണാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഈ പോർട്സ്മൗത്ത് എന്ന് പറയുന്നത് ഈ UK-യിലുള്ള സ്ഥലപ്പേരാണ്. അപ്പൊ ഇതൊക്കെ ഇവിടെയൊക്കെ ഉള്ള പല സ്ഥലപ്പേരുകളും ഇപ്പോഴും ഈ പറഞ്ഞ പോലെ പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവരിട്ട സ്ഥലപ്പേരുകളും അവർ കൊടുത്ത സ്ഥലപ്പേരുകളും ഒക്കെയാണ്. അതൊന്നും മാറ്റിയിട്ടില്ല. അതൊക്കെ ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇവര് സ്ഥലപ്പേരുകളൊക്കെ മാറ്റും, എപ്പോഴെങ്കിലുമൊക്കെ മാറ്റും. ഇവിടുന്ന് പോർട്സ്മൗത്തിലേക്ക് ഏകദേശം ഒരു 50 കിലോമീറ്ററിന് അടുപ്പിച്ച് യാത്രയുണ്ട്. അപ്പോൾ ആ ഒരു 50 കിലോമീറ്റർ കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെയുള്ള കടൽ തീരത്തോടെ തന്നെ ആയിരിക്കും പോകുന്നത്. കാരണം ഈ ഒരു ഐലൻഡ് റൈറ്റ് സൈഡ് മൊത്തം നമ്മൾ ഐസ്ലാൻഡ് ചെയ്തില്ലേ, ഏകദേശം അതേപോലെയൊക്കെ തന്നെ. ഐസ്ലാൻഡ് പിന്നെ കുറച്ചും കൂടെ ഒക്കെ പ്ലെയിൻ ലാൻഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ പ്ലെയിൻ ലാൻഡ്സ് വളരെ കുറവാണ്, മൊത്തം മലയാണ്. മലയാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. ആ മലയാൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് ഈ ഒരു ദ്വീപ്. അതിന്റെ സൈഡിൽ കൂടെയുള്ള റോഡാണ്. ഞാനിപ്പോ ഈ പോകുന്ന വഴിക്കേ ഈ കടൽ തീരത്തൂടെ അല്ലേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ ഒരു രാജ്യത്തിന്റെ 2 ഫേസ് ആണ് ശരിക്കും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഭാഗം നമ്മൾ നിറച്ച് റെയിൻ ഫോറസ്റ്റും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു, അതായത് തിങ്ങി നിറഞ്ഞ കാടുകൾ നിൽക്കുന്നു, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നു. ഒരു ഭാഗത്ത് നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള കടൽ തീരവും അതേപോലെ തന്നെ ആ കടൽ തീരത്തോട് സമീപമായിട്ട് ധാരാളം വീടുകളും സെറ്റിൽമെന്റും കാണാൻ സാധിക്കും. ശരിക്കും ഈ ഐലൻഡ് ദ്വീപ് രാഷ്ട്രങ്ങളിൽ കൂടുതലും നമുക്ക് കടൽ തീരത്തോടനുബന്ധിച്ചാണ് ആളുകൾ താമസിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. മലകളിലും ഉണ്ടാവും, പക്ഷെ എന്നിരുന്നാലും കൂടുതലും ആളുകൾ താമസിക്കുന്ന ഐലൻഡിന്റെ സമീപമായിരിക്കും. അത് പല രീതിയിൽ പ്രാക്ടിക്കലി പോസിബിൾ ആണല്ലോ, കാരണം ആക്സസിബിലിറ്റി എളുപ്പമാക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബീച്ച് വ്യൂ, സീ വ്യൂ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളും കൺസെപ്റ്റ് ഉണ്ടല്ലോ. ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കൂടുതലും നടക്കുക
ഈ പറഞ്ഞ പോലെ കടൽ തീരവും റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഫിഷിംഗ് ആക്ടിവിറ്റിക്ക് പോകാൻ പറ്റും, അങ്ങനെ പല സംഭവങ്ങൾ പോകാൻ പറ്റും. ഞാനിപ്പോൾ ഉള്ള സ്ഥലത്ത് എനിക്കിവിടെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം കാണാം. ആ ഒരു ഗ്രാമത്തോട് ചേർന്ന് ഒരു സ്കൂളും അതേപോലെ തന്നെ വലിയൊരു പള്ളിയൊക്കെ കാണാൻ സാധിക്കും. ഇവിടുത്തെ ആൾക്കാരെല്ലാവരും ഈ പറഞ്ഞ പോലെ മെജോറിറ്റി ബിലീവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ എല്ലാ സ്ഥലങ്ങളിലും 1, 2, 3 പള്ളികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, ക്രിസ്ത്യൻ ചർച്ചസ്. ഇതെല്ലാം ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് കേട്ടോ. ഭയങ്കര എന്താ പറയാ, ഭയങ്കര നാരമായിട്ടുള്ള. ശരിക്കും ഞാൻ ഈ ഇതുവരെ കണ്ട കരീബിയൻ രാജ്യങ്ങളിൽ വെച്ചിട്ട് വികസനം തീരെ എത്താത്ത, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ 80കൾ പോലെ പോകുന്ന ഒരു രാജ്യം എന്നെനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡൊമിനിക്കയാണ് ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട്. ഇനി അങ്ങോട്ടുള്ള രാജ്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഡൊമിനിക്ക ഈസ് എ കൺട്രി ലൈക്ക് ദാറ്റ്. എങ്ങനെയാണ് ഇവരുടെ എന്താ പറയാ വരുമാനമൊക്കെ കൂട്ടുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കണ്ടില്ലേ, റോഡിന്റെ സൈഡിലുള്ള പല വീടുകളും, ആൾക്കാരൊക്കെ വെറുതെ കുത്തിയിരിക്കുന്നു, പല ആൾക്കാരൊക്കെ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് കഷ്ടമല്ലേ. അതിനിടയ്ക്ക് പുതിയ വീടുകളൊക്കെ പണിയുന്നുണ്ട്. ഇത് കടൽ തീരത്തൂടെ തന്നെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ബീച്ച് പോലും ഞാൻ ഇതുവരെ ഇവിടെ കണ്ടില്ല കേട്ടോ. ഇവർ എന്തെന്ന് ടൂറിസം ഇവർ കാണിച്ചു കൊടുക്കുന്നത് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. എങ്ങനെയാണ്, ഞാൻ ഇവിടെ ഇതുവരെ ഒരു ടൂറിസ്റ്റിനെ കണ്ടില്ല. ഓഫ് സീസൺ എന്ന് പറഞ്ഞാലും ടൂറിസ്റ്റുകളെ കാണണ്ടേ. ഞാൻ ഇവിടെ ഇതുവരെ ഒരു ടൂറിസ്റ്റിനെ കണ്ടില്ല. ഞാനല്ലാതെ വേറെ ഒരാളും ഇതുപോലെ പോകുന്ന കണ്ടില്ല. പിന്നെ ഈ ക്രൂസ് ഷിപ്പ് വന്നാൽ മാത്രം ഇതിനും മാത്രമൊക്കെ പൈസ കിട്ടുമോ? പിന്നെ ഞാൻ മാരിറ്റ് പോലെയുള്ള കാര്യമായിട്ടുള്ള റിസോർട്ടുകളൊന്നും ഞാനിവിടെ കണ്ടില്ല. അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഞാനിവിടെ കണ്ടില്ല. പല സ്ഥലത്തും റോഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മറ്റേ മല വെട്ടി പൊളിച്ചിട്ട് ഒക്കെയാണ് റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുന്നും മലയും മറ്റുമൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു വിജന, എന്താ പറയാ, എനിക്കറിയത്തില്ല ഇത്രയും ബോറ് സ്ഥലം ഞാൻ ഈ കരീബിയനിലെ കണ്ടിട്ടില്ല സത്യം. ഇവിടെ എല്ലാം ന്യൂ ഇന്ത്യ അഷുറൻസ് ഉണ്ടല്ലോ. ന്യൂ ഇന്ത്യ ഇത് ഇന്ത്യൻ കമ്പനിയാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി T&T. ഇനി T&T എന്ന് പറയുന്നത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ട്രിനിഡാഡെന്ന് വന്ന കമ്പനിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അതിവിടെ കാണാം. ഇതിവിടുത്തെ ലോക്കൽ ബസ്സാണ് ഈ പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വഴി കൂടെ ഓടിച്ച് ബോറടിച്ചു കേട്ടോ. കാരണം ഒന്നുമില്ല. വിജനം എന്ന് പറഞ്ഞാൽ വിജനം. പിന്നെ നമ്മൾ ആ കടലിന് തീരത്തൂടെയുള്ള ക്ലിഫിന്റെ മുകളിലൂടെയാണ് മിക്കവാറും റോഡുകളൊക്കെ പോകുന്നത്. പല സമയത്തും കുന്നും മലയും കയറി ഇറങ്ങി. എനിക്ക് ആക്ച്വലി ഇത് വണ്ടി ഓടിച്ച് എനിക്ക് മടുത്ത്. അയ്യോ മടുത്തേ. നമുക്ക് ഇറങ്ങി എന്തെങ്കിലും എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് നോക്കണം. ഐ എം ഹംഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരെയൊന്നും കഴിച്ചിട്ടില്ല. സോ ഐ നീഡ് ടു. ഈ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണത്തുമില്ല. സോ ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടോ? ഇല്ല. എവിടെങ്കിലും പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. ഐ एम हंग्री वेयर इज अ रेस्टोरेंट गाइस? इधर एक रेस्टोरेंट है. इधर पूरा आदमी इधर गाड़ी पार्क किया और कुछ करेगा. So let us go and see whether they have some food. എന്താണ് ഇവിടെ? കറി, ചിക്കൻ, ചോറ്. ഞാൻ നേരത്തെ പോയ ആ കട എനിക്ക് അവിടെ എന്തോ ഒരു സുഖക്കുറവ് തോന്നി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാനിപ്പോൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ പോർട്സ്മൗത്ത് എന്ന് പറഞ്ഞ ഇവരുടെ അടുത്ത ഏറ്റവും വലിയ ഈ രാജ്യത്തെ ടൗണിലേക്കാണ് എത്തിയിരിക്കുന്നത്. സോ ഇതെന്ത് സംഭവം? ഇത് ബർഗറാണല്ലേ? അവിടെ ഫാസ്റ്റ് ഫുഡ്. എനിക്ക് ഫാസ്റ്റ് ഫുഡൊന്നും വേണ്ട ഇപ്പോൾ. സോ ഇത് പോർട്സ്മൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ചെറിയ സ്ഥലം. സോ അതൊക്കെ അവിടെ വിൽക്കാൻ പോകുന്ന ചേച്ചി കണ്ടല്ലേ? Oh, yeah. You get this from your house? Yes. Really? Yes, yeah. Okay. I would like to buy, but like I'm a tourist, so I don't want it now. Yeah. Okay. ഒരു ചെറിയൊരു സ്ഥലം ഇവിടെ നോക്ക്. ഇവിടെയൊക്കെ എല്ലാവരും അറിയായിരിക്കും അല്ലേ? അതാണ് മനസ്സിലായില്ലേ? എല്ലാവരും അറിയാവുന്ന ഒരു ചെറിയ സ്ഥലം. സോ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. നോക്കട്ടെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും മര്യാദയ്ക്ക് ഞാൻ കഴിച്ചിട്ടില്ല. ഒരു ഒച്ചയും ബഹളമൊന്നുമില്ല. ശാന്തം, സമാധാനം, സന്തോഷം. അതാണ് ഐലൻഡ് ലൈഫ് എന്ന് പറയുന്നത്. ആ കാണുന്ന മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കാണുന്നത്. പോർട്സ്മിത്ത് മജിസ്ട്രേറ്റ് കോടതി. ഇതൊരു റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ എന്ന് പറഞ്ഞ് കാണാം. എന്താ ഉള്ളത് നമ്മുടെ ഇവിടെ എന്തൊക്കെയോ ഫുഡ് ഒക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ? ചോറും ഫിഷ്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതെല്ലാം ടേക്ക് അവേ സെറ്റപ്പുകളാണ്, മനസ്സിലായില്ലേ? പിന്നെ അത്രത്തിൽ പൊലിഞ്ഞേ തരുവുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നോക്കട്ടെ, വേറെ എന്തെങ്കിലും കിട്ടും, എവിടെയെങ്കിലും കിട്ടും. അങ്ങനല്ല ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കറിയും കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ദെയർ. പക്ഷേ എന്നാലും എനിക്കെന്തോ ഇത് കഴിയണം കേട്ടോ. നമുക്കൊരു വേറെ കുറച്ചുകൂടെ പെർഫെക്റ്റ് സ്പോട്ട് കിട്ടും. ഇവിടെ റൈസ് റൊട്ടി എന്ന് പറഞ്ഞൊരു കട കാണാം. വാട്ട് ഈസ് ഇറ്റ് ഹിയർ? റൈസ് റൊട്ടി. സോ
പുള്ളിക്ക് ഒരു റൊട്ടിയും കറിയും കൂടെ റോളാണ് തോന്നുന്നു. ഹായ്, സോ what do you have to eat? Just vegetable roti. Oh, it's coming like this, roll. Okay, roti stuffed with what is the stuffing inside? It's curry with veggies. Curry and veggies, right? Potato, yeah. So carrot, string beans, mixed veg, chickpeas, potatoes. Okay, so you don't have rice or something. It's just roti. Just roti. Okay. Okay, thank you. ഒരു റൊട്ടി കറിയാണ് വെക്കുന്നത്. റൊട്ടി കറി നമ്മൾ ഇതിനു മുമ്പ് ഒരിടത്തുനിന്ന് അത് കഴിച്ചിട്ടുണ്ട്. ആൻറ്റിഗയിൽ വെച്ചിട്ട് റൊട്ടി കറി എനിക്കിപ്പോൾ കഴിക്കാൻ വയ്യ, കാരണം അത് മൊത്തം കിഴങ്ങായിരിക്കും സംഭവം. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഈറ്റ് ദാറ്റ്. ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. സോ ദിസ് ഈസ് ദ ബസ് സ്റ്റാൻഡ്. ഈ ഇവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും നാരികോട്ടിലേക്കും പിന്നെ ഇവരുടെ ക്യാപിറ്റൽ സിറ്റിയിലേക്കും ഒക്കെ ഇങ്ങനെ ബസ്സസ് പോകുന്ന ഇവരുടെ ബസ് സ്റ്റാൻഡ്. ബസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് ഇവരുടെ ബസ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഇവിടുത്തെ ഇവരുടെ വണ്ടികളാണ് കേട്ടോ. റോസയ്ക്ക് വരുന്നോന്ന്. ഇവിടെ കോടതിയിലെടുത്ത് ജാനുവിൻ്റെ ബാറുണ്ട്. ജാനൂസ് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്. അവിടെ പോയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. ഇതാണോ ജാനുവിൻ്റെ ബാർ? ഹായ്, ഡു യു ഹാവ് സം ഫുഡ്? Yes. You call somebody? No. Oh, I think so. Yes, I have food. What do you have? Wait, the menu. Janus bar. Chicken wings, fish. So is tuna. that coming with rice? No rice. No rice? No. Oh, it's just okay. So how do you prepare the fish? Tuna or Mahi? No. Yes, I have mahi. Okay. It's fried? Fried and salad. Okay, I'll take fish. One fish. Yeah, fish. Grilled. Yeah, we can do grilled, yeah. Okay. And salad. Yeah. Everything is salad. Yeah, okay. 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 Good. I'll sit here. Yeah, okay. All right. ഇതാണ് ഇവിടുത്തെ ജാനൂസ് ബാർ. ജാനുവിൻ്റെ ബാറിൻ്റെ സീസൈഡ് റെസ്റ്റോറൻ്റ് ആണ്. സീസൈഡ് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറാണ് ഈ കാണുന്നത്. കണ്ടില്ലേ എന്തല്ലേ അയ്യോടാ, പാവ സ്ഥലമാടാ ഇത്. അയ്യോ കൊള്ളാം. പാട്ടൊക്കെ വെച്ച് ചേച്ചി വന്ന് സെറ്റപ്പാ. ചേച്ചി പാട്ടൊക്കെ വെച്ച് ജാനു ചേച്ചി. നല്ല ആംബിയൻസ് ആയി ഇപ്പോൾ ഇവിടെ. ആംബിയൻസ് ഈസ് ഗുഡ്. എനിക്ക് കൂട്ടിനായിട്ട് ഇവിടെ കുറേ കോഴികളും ഉണ്ട്. ഇവിടുത്തെ ദ്വീപുകളിലെല്ലാം ഉണ്ടാകും കോഴികൾ. ഇഷ്ടംപോലെ കോഴികളുണ്ട്. ഇതിങ്ങനെ ചുമ്മാ നടക്കുകയായിരിക്കും. ഇത് മനസ്സിലായില്ലേ? ഇതിങ്ങനെ ആരുടെ എന്നൊന്നും ഉണ്ടാവില്ല, ചുമ്മാ നടക്കുമായിരിക്കും. പലരും ഇതിനെ പിടിച്ച് കറി വെക്കാറുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഐ എം നോട്ട് ഷുവർ. ജാനു ചേച്ചി എനിക്ക് മാഹി വറുത്തുകൊണ്ട് തന്നിരിക്കുകയാണ്. സോ ഇത് 2 കഷ്ണം ഫിഷ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ സലാഡ്. ഫ്രഷ്ലി പ്രിപ്പയർഡ്. ജാനു ചേച്ചി ഉണ്ടാക്കി തന്ന ഫിഷും ഫ്രഞ്ച് ഫ്രൈസും സലാഡും കൂടെ കഴിച്ച് 1200 രൂപ. 1200 രൂപ. നമ്മുടെ 1200 രൂപ. എല്ലാം തടി സെറ്റപ്പാണ്. ആ കാണുന്നത് ഒരു ബാറാണ്. പിന്നെ ഇതൊരു വീടിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ ഫുള്ള് പാട്ടൊക്കെ വെച്ച് ജോളിയായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് ഒച്ചത്തി പാട്ട് വെച്ച് നടക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ. ഇതൊരു കഫേ. ചെറിയൊരു സ്ഥലമാണെന്നുണ്ടെങ്കിലും ഇഷ്ടംപോലെ കഫേയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ആളുകളൊക്കെ നമ്മൾ ഇവരുടെയൊക്കെ ഒരു ഹിസ്റ്ററി ആലോചിക്കുമ്പോഴത്തേക്കിനും ആലോചിച്ചൊക്കെ ഇവിടെ ഇപ്പം നിലവിലുള്ള ആളുകൾ എല്ലാവരും ഈ എന്താ പറയുക ആഫ്രിക്കൻ കരീബിയൻ ആൾക്കാരെന്നാണ് ഇപ്പോൾ പറയുന്നത്. പണ്ട് ഈ ആഫ്രിക്കയിൽ നിന്ന് ബ്രിട്ടീഷുകാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ സ്ലേവ്സായിട്ട് കൊണ്ടുവന്ന ആൾക്കാർ അവർ ഇവിടെ പിന്നെ സെറ്റിൽഡായിട്ട് ഇങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ അവരുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് അതാ. ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് ആരും ഇപ്പോൾ ഇവിടെ ഇല്ല. അവരൊക്കെ മരണപ്പെട്ടു പോവുകയും ഇല്ലാണ്ടായി പോവുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഇവിടെയുള്ള പല കരീബിയൻ രാജ്യങ്ങളിലും സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി കണ്ടോ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ലിമിറ്റഡ്. അടിപൊളി. അപ്പോൾ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. അതാണ് നമുക്ക് അവരുടെ ബ്രാഞ്ചാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു തടിപ്പോസ്റ്റുകൾ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ വീടിൻ്റെ പുറയിലൊക്കെ തടിപ്പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോഴും ഉണ്ട് തടിപ്പോസ്റ്റ്. എനിക്ക് ഇത് മൊത്തം തടിപ്പോസ്റ്റാണ് ഇവിടെ. എൻ്റെ പൊന്നെ, തടിപ്പോസ്റ്റ് പോലും മാറ്റിയിട്ടില്ല. ഇത് ഇവിടുത്തെ ഒരു സീസൈഡ് കഫേയാണ്. വേറെ ബാറാണ് വേറെ ഒരെണ്ണം. അരളിച്ചെടിയൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഇത്രയും വികസനം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ തടിപ്പോസ്റ്റുകൾ മാറ്റി കോൺക്രീറ്റ് പോസ്റ്റ് ആക്കി. കാരണം തടിപ്പോസ്റ്റ് ഈസ് നോട്ട് സേഫ് അല്ലേ. ഈ നാട്ടിൽ അത് 11 kV മേളിൽ കൂടെ പോകുന്നത് കണ്ടില്ലേ. 11 kV പോകുന്നു, അതിൻ്റെ താഴെ കൂടെ മറ്റേ സാധാരണ കമ്പി പോകുന്നു. എന്നിട്ട് തടിപ്പോസ്റ്റ് പോലും മാറ്റിയിട്ടില്ല. ചുമന്ന കൊടി ഉണ്ടല്ലോ, അതെന്തോന്നോ ആവും.
ഞാനിപ്പോൾ ഉള്ള ഈ പോർട്ട് സ്മിത്ത് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇവിടെ അറ്റ്ലാന്റിക് ഓഷനിലേക്ക് ഒരു നദി വന്ന് ചേരുന്നുണ്ട്. നമുക്കിവിടെ ഒരു നദി കാണാൻ പറ്റുന്നുണ്ട്. ആ നദിയിൽ ധാരാളം ബോട്ടുകളൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതാണ് ഇന്ത്യൻ റിവർ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്ത് ഇമിഗ്രേഷൻ അവിടെ നിൽക്കാൻ നേരം ഈ രാജ്യത്തെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ റിവർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേര് കണ്ടപ്പോഴത്തേക്കിനും ഞാൻ ഓർത്തി എന്തോന്നടാ ഇത് ഇന്ത്യൻ റിവർ എന്താ സംഭവം, ഞാൻ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഇന്ത്യൻ റിവർ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ ശരിക്കും ഇതിനകത്തൂടെ നമുക്കൊരു ബോട്ട് യാത്ര പോവാം. ചതുപ്പ് നിറഞ്ഞ ഒരു സ്ഥലം, ആ ചതുപ്പ് നിറഞ്ഞ സ്ഥലത്തിൻ്റെ അകത്തൂടെ നമുക്ക് പലതരത്തിലുള്ള ബോട്ടിൽ യാത്ര പോകാൻ പറ്റും. അവിടെ ടൂർ ഗൈഡുമാരൊക്കെ ഉണ്ട്, അവർ നമ്മളെ കൊണ്ടുപോകും, ഇവിടുത്തെ കാര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ പറഞ്ഞു തരും. അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത്. ഇത് കണ്ടിട്ട് എനിക്ക് വലിയ ആശ്ചര്യമോ സംഭവങ്ങളോ ഒന്നും തോന്നുന്നില്ല. എനിക്കിത് കണ്ടിട്ട് വലിയൊരു വൗ ഫാക്ടർ തോന്നുന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ഇതിലും നല്ല സ്ഥലങ്ങൾ നമ്മുടെ ആലപ്പുഴയിലും കുട്ടനാട്ടിലും അവിടെ ഇവിടെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം നമുക്കിത് കണ്ടിട്ട് വലിയ വൗ ഫാക്ടർ ഒന്നും തോന്നാത്തത്. എന്താണേലും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലിനാഗോ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. ഈ കലിനാഗോ എന്ന് പറയുന്നത് ഇവിടത്തെ, അതായത് പണ്ട് കാലത്ത് ഈ ദ്വീപിൽ വസിച്ചിരുന്ന ഇവിടത്തെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരെയാണ് കലിനാഗോ ട്രൈബ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കൊളംബസ് ആണല്ലോ ശരിക്കും ഈ ഭാഗത്തുള്ള പല ആളുകൾക്കും ഇന്ത്യൻസ് എന്നുള്ള പേര് കൊടുത്തത്. അതായത് കൊളംബസിന്റെ സെക്കൻഡ് വോയേജ് ഓഫ് ഡിസ്കവറി എന്ന് പറഞ്ഞ ആ ഒരു യാത്രയിൽ അദ്ദേഹം നമ്മൾ അമേരിക്ക ഭാഗത്തേക്ക് എത്തിപ്പെട്ടപ്പോഴത്തേക്കിനും ഈസ്റ്റ് ഇൻഡീസിൽ എത്തിപ്പെട്ടു എന്നുള്ള രീതിയിൽ അവിടെയുള്ള ആൾക്കാരെ അദ്ദേഹം ഇന്ത്യൻസ് എന്ന് വിളിക്കുകയും പിന്നീടാണ് ശരിക്കും നമുക്ക് ഈ അമേരിക്കൻ ഇന്ത്യൻസ് പിന്നെ അങ്ങനെയുള്ള പല ഇന്ത്യൻസ് എന്നൊക്കെയുള്ള പേര് ഇവിടെ പല ആളുകൾക്കും കിട്ടിയത്. കലിനാഗോസ് എന്ന് പറയുന്ന ഇവിടത്തെ പണ്ടുകാലം മുതൽ ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരെ ശരിക്കും ഇന്ത്യൻസ് എന്നാണ് അവരും അറിയപ്പെട്ടിരുന്നത്. കലിനാഗോ ഇന്ത്യൻസ് എന്നാണ് ശരിക്കും അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അത്തരത്തില് കലിനാഗോ ഇന്ത്യൻസ് ആയിട്ടുള്ള പ്രാചീന കാലത്തെ ഇവിടുത്തെ മനുഷ്യർ താമസിച്ചിരുന്ന പ്രദേശമായതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു സ്ഥലത്തെ ഇന്ത്യൻ റിവർ എന്നറിയപ്പെടുന്നത്. അതായത് അവിടുത്തെ ആൾക്കാർ ഈ ഒരു നദിയോടനുബന്ധിച്ച് നദിയുടെ ആ ഒരു പരിസരത്തായിട്ടാണ് ജീവിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ റിവർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കലിനാഗോ ട്രൈബ്സിൽപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ഇതിൽപ്പെട്ട ആൾക്കാരൊന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കത്തില്ല. പലരും ഈ പറഞ്ഞ പോലെ മിക്സഡ് ബ്രീഡും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ ആയിട്ട് പോയി ആഫ്രോ ഇന്ത്യൻ ആൾക്കാർ, ആഫ്രിക്കൻ ആൾക്കാർ, അങ്ങനെ പല രീതിയിലേക്ക് മാറി. അപ്പൊ ഈ കരീബിയൻ ഭാഗത്തുള്ള പല നാട്ടിലെയും പല ആളുകളെയും ശരിക്കും ഇന്ത്യൻസ് എന്നുള്ള സർനെയിമിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു ഇന്ത്യൻ റിവറിന്റെ പിന്നിലെ ഒരു ചെറിയ ചരിത്രം എന്ന് പറയുന്നത്. ഈ വണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. എൻ്റെ അടപ്പ് തെറിച്ചു. ഒന്നാമത് ചാടി പോകുന്ന റോഡ്, വണ്ടി പവർ സ്റ്റിയറിംഗ് എന്നൊക്കെ പേരേ ഉള്ളൂ. എൻ്റെ അടപ്പ് തെറിച്ചെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ചോടിച്ച് എൻ്റെ അടപ്പ് തെറിച്ചു. അതാണ് അവസ്ഥ. പോകുന്ന വഴിക്ക് ഒരു നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടാണ്. എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെൽക്കം ടു കാലിബി ഷീ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ റെഡ് ഫ്ലാഗ് ഇത് എല്ലായിടത്തും കാണാമല്ലോ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിമാനം പോകുന്നു, പോകുന്നു വിമാനം. ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വിമാനത്താവളം ഒരു 10-20 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്കാണ് വിമാനത്താവളം. നമ്മൾ ഈ റോഡ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോവും. ഈ ഭാഗത്ത് കുറച്ച് ശാന്തമായിട്ടുള്ള തിരയുള്ള ഒരു ചെറിയ ഒരു പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ബാക്കിയുള്ളിടത്തൊക്കെ എന്താണ് അങ്ങനെ വലിയ ബീച്ചൊന്നും ഇല്ല ഇവിടെ. പിന്നെ ഈ കരീബിയൻ ദ്വീപുകളിൽ ഏറ്റവും കൂടുതൽ തെങ്ങ് ഞാൻ കണ്ടത് ഈ ഐലൻഡിലാണ്. എവിടെ നോക്കിയാലും തെങ്ങ് കാണാം, ഇഷ്ടംപോലെ തെങ്ങുണ്ട്. ഈ ഒരു രാജ്യം എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ചിത്രം പറയും. വാഴക്കൊലയും കൊണ്ട് പോകുന്നൊരു സ്ത്രീ, താഴെ തേങ്ങയുണ്ട്, വാട്ടർമെലൺ ഉണ്ട്, ഏത്തക്കയുണ്ട്, പിന്നെ ഫിഷിങ്. ഇതാണ് ശരിക്കും ഈ രാജ്യത്തിന്റെ പ്രധാന വിളനിലകൾ എന്ന് പറയുന്നത്. ഇനി ഞാൻ പോകാൻ പോകുന്നത് കോസ്റ്റൽ സൈഡിൽ നിന്നും ശരിക്കും ഒരു മല കയറി ഇറങ്ങി മറ്റൊരു ഭാഗത്തേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കോസ്റ്റൽ ഭാഗത്തുനിന്ന് ഞാൻ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ട് ഈ ദ്വീപിൽ. തെങ്ങ് ശരിക്കും നമ്മുടെ നാട് പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സിമിലർ സെറ്റപ്പ് ഒക്കെയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ മനസ്സിലാവുന്നത്. കരീബിയനിലെ ഓരോ ദ്വീപ് രാഷ്ട്രങ്ങളും എന്തോരം വ്യത്യസ്തമാണെന്നറിയോ. ശരിക്കും എല്ലാ രാജ്യങ്ങളും ഞാൻ വിചാരിച്ചത് എല്ലാം ഒരുപോലെ ആയിരിക്കും. കുറേ സ്ഥലത്ത് കാടും മലയും കടലും എല്ലാം സെയിം ആയിരിക്കും എന്നായിരുന്നത്. പക്ഷേ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. എന്ത് വ്യത്യസ്തമാണ്, ആളുകൾ വ്യത്യസ്തമാണ്, ഭാഷാ രീതി വ്യത്യസ്തമാണ്, ഇവിടുത്തെ കൾച്ചർ വ്യത്യസ്തമാണ്, വീടുകൾ വ്യത്യസ്തമാണ്, ടെറൈൻ വ്യത്യസ്തമാണ്. എന്താണിത് ശരിക്കും? ഇതൊക്കെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത കാഴ്ചകളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എനിക്കത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ്. വളവിലൊക്കെ എല്ലാവരും ഹോണടിച്ച വണ്ടി ഓടിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ വഴിയാ, എതിരെ ആൾക്കാർ വന്നാൽ അറിയത്തില്ല. Hi, so can I get one coconut? Yeah. You will cut it and give, right? Okay. You take it right now? Yeah, I can ring now. Yeah.
So you get all these things from your house? Yeah, from the garden. Oh, you have from your garden? Ah, okay. So you have a beautiful garden. Yeah, that I'm doing every day. From the garden in the morning and Uh-huh. afternoon then from here. Okay, so you have avocados, bananas and plantain, തേങ്ങ എല്ലാ സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. What is the name of this? Oh, this is for sweet sop, sop. Oh, what is that? Sweet sop. Sweet sop. We call it kawasol. ആഹാ, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ്. ഇത് നമ്മുടെ മറ്റേ എന്തെന്ന് പറഞ്ഞ നാട്ടിൽ നിങ്ങളുടെ ചുമന്ന പഴമില്ലേ, ചുമന്ന പഴം. ഇവിടെ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ വല്ലപ്പോഴും വരുന്ന വണ്ടികളെ കാത്തു നിൽക്കുന്നു. ഓക്കെ, താങ്ക് യു. Thank you. This is not banana, this is plantain. Yeah, that's plantain, yeah. What's your name? Austin. Austin. Yeah. You stay nearby? Huh? You stay nearby? Yeah, higher up there. Oh, that's your house? Yeah, not this one, no. Higher up. Oh, it's nice. It's good. Yeah. Where you from? Can you guess where I'm from? Cuba. Cuba? No, I'm from India. Oh, yeah. I'm an Indian. Indian. Yeah. Right. But Indians, they talk Spanish. No, we speak different languages, but we can speak English. First time coming to here? First time, yeah. Do you have a straw? No, right? No, I do not have. Okay. Bye-bye. See you. ആൾക്കാരൊക്കെ ഭയങ്കര നല്ല മനുഷ്യ കേട്ടോ. കരീബിയൻ മൊത്തത്തില് കരിക്ക് കുടിച്ചു കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും നമ്മൾ മുകളിൽ നിന്ന് കണ്ട ആ രണ്ട് പാറ നമുക്കിവിടെ കാണാം. പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോർഡ്, ആദ്യമായിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാണുന്നത്. ഇവിടെ ഇതുവരെ ഞാൻ പോലീസുകാരെ കണ്ടിട്ടില്ല എവിടെയും. അങ്ങനെ നമ്മൾ കടൽ തീരത്തെത്തി. ഇനി വീണ്ടും കയറും, വീണ്ടും ഇറങ്ങും, വീണ്ടും കയറും, വീണ്ടും ഇറങ്ങും. കടൽ തീരത്തുള്ള ഒരു പള്ളി, അതിനോട് ചേർന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രാമം. ഈ ഗ്രാമത്തിലും ബാറും പിന്നെ അതേപോലെ തന്നെ ഒന്ന് രണ്ട് ഹോം സ്റ്റേകളും അങ്ങനെയുള്ള പരിപാടികളും സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും എയർപോർട്ട് പണിയുന്നത് കണ്ടിട്ടുണ്ടോ? പുതിയ എയർപോർട്ട്, അതാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. പുതിയ എയർപോർട്ട് പണിയുന്ന കാഴ്ചയാണ് എനിക്കിവിടെ കാണുന്നത്. കണ്ടോ, റൺവേ പണിതുകൊണ്ടിരിക്കുകയാണ്, എയർപോർട്ടിന്റെ റൺവേ. ഇത് ഗംഭീര എയർപോർട്ടാണ് പണിയുന്നത്. ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും കംപ്ലീറ്റ് ഈ പറഞ്ഞ രീതിയിൽ റൺവേയുടെ വർക്ക് നടക്കുക. അത് പൊളിച്ച്. ഇവർ ആക്ച്വലി പുതിയ എയർപോർട്ട് പണിയുന്നതും കടൽ തീരത്ത് തന്നെയാണ്. അവിടെ കടലാണ് കാണുന്നത്. ഇവിടെ കുറെ മലയൊക്കെ ഇടിച്ച് പൊളിച്ചത്, ഈ വീടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇത്രയും ദൂരത്തേക്ക് ഇങ്ങനെ പണിയുന്നത്. ആക്ച്വലി ഇവര് ഈ ഒരു സ്ഥലം ഓൾറെഡി ഇവര് ഓതറൈസേഷൻ സോണാക്കി മാറ്റി. ഞാൻ ഡ്രോൺ പറത്തിയിട്ടൊന്ന് വിഷ്വൽ എടുക്കാമെന്ന് കരുതി നോക്കിയപ്പോഴത്തേക്കിനും ഓതറൈസേഷൻ സോണാണ് കാണിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, എക്സിസ്റ്റിംഗ് എയർപോർട്ടിന് അധികം അവിടെ നിന്ന് വലിയ ദൂരമില്ല, ഒരു 10-20 കിലോമീറ്ററേ ഉള്ളൂ ഈ പുതിയ എയർപോർട്ട് ഇവർ പണിയുന്നത്. എന്താണ് ഇവർ ഇങ്ങനെ ഇവിടെ പണിയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവിടെ നിന്ന് വീണ്ടും ഇവരുടെ പ്രധാന നഗരത്തിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. നേരത്തെ ഇപ്പോൾ ഉള്ള എയർപോർട്ടിനെക്കാട്ടി ദൂരമുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടാവും ഇങ്ങനെ പണിയുന്നതിന്. ആലോചിച്ച് നോക്കിയാൽ എന്തോരം വണ്ടികൾ, എന്തോരം മണ്ണുമാന്തികൾ, എന്തോരം എക്യുപ്മെന്റ്സ്, എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു പുതിയ എയർപോർട്ട് പണിയാൻ പറ്റുക. എന്തോരം സ്ഥലം വേണം, എന്തോരം പണം വേണം. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിന് അതിൻ്റെ ആയിട്ടുള്ള എഫേർട്ടും കാര്യങ്ങളും ഇല്ലേ. ഇത്ര ദൂരത്തേക്കാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് നോക്ക്. കൊള്ളാം, എയർപോർട്ട് പണിയുന്ന ഒരു കാഴ്ചയും കണ്ടു. ഇനി ഈ രാജ്യത്തേക്കൊക്കെ ഞാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിവിടെ ഈ കരീബിയനിൽ യാത്ര ഇതിൽ വെച്ചിട്ട് എനിക്ക് ആകെ ഇനി വീണ്ടും വരണമെന്ന് തോന്നിയ രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് പോർട്ടോറിക്കോയും പിന്നെ സെന്റ് മാർട്ടിനുമാണ്. സെന്റ് മാർട്ടിനാണ് എനിക്ക് വീണ്ടും വരണമെന്ന്. സെന്റ് മാർട്ടിൻ ഞാൻ വീണ്ടും വരും, കാരണം അങ്കുല പോകാനായിട്ട് വരും. പിന്നെ പോവാത്ത ഐലൻഡ്സ് ഉണ്ട്. ഇവിടേക്കൊക്കെ ഞാൻ ഇനി വീണ്ടും വരുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം 1-2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഈ വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങുമായിരിക്കും. പുതിയ എയർപോർട്ടിനെ ചൈനീസ് ഫണ്ട് ഉണ്ടാവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. എനിക്കൊന്ന് ചൈനീസ് കമ്പനിയാണോ ഈ എയർപോർട്ട് പണിയുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇവിടെ കുറെ ചൈനക്കാരെ ഞാൻ കണ്ട്. എയർപോർട്ട് റൺവേയുടെ എൻഡാണ്, ഇത് കണ്ടില്ലേ? ഈ എയർപോർട്ടിലാണ് നമ്മൾ വന്ന് ഇറങ്ങിയത്. ഇവിടെ നിന്നാണ് നമ്മൾ നാളെ കയറി പോകുന്നത്. ഓ, റൺവേയുടെ എൻഡ്, മറ്റേ ജെറ്റ് ബ്ലാസ്റ്റ് ഒക്കെ സംഭവിക്കുന്ന സ്ഥലം. സൂര്യൻ അസ്തമിക്കാറായി. ഇവിടെ 6 മണിയാകുമ്പോഴത്തേക്കും ഇരുട്ടും. അതാണ് വേറൊരു പ്രശ്നം. ഇവിടെ മൊത്തം കൺസ്ട്രക്ഷൻ വണ്ടികളൊക്കെ പോയി റോഡെല്ലാം പൊട്ടി പൊളിഞ്ഞ് കിടക്കാണ്. ഇതൊരു ദാരിദ്ര്യം പിടിച്ച രാജ്യം കേട്ടോ, വെറുതെ അല്ല. ഇവിടെ ഇതുവരെ ഞാനൊരു ഇന്ത്യക്കാരനെ പോലും കാണാത്തത്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇന്ത്യക്കാരെങ്കിലും ഉണ്ടെന്ന്. മര്യാദയ്ക്ക് ഞാൻ ഒരു ടൂറിസ്റ്റിനെ കണ്ടില്ല. അന്നേരമാണ് ഇന്ത്യക്കാർ. ഹാഫ് ടാങ്ക് അത് തന്നെ. അപ്പൊ ഹാഫ് ടാങ്ക് തിരിച്ചു കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി 50 ഈസ്റ്റേൺ കരീബിയൻ ഡോളറിന് അടിച്ചു. ഇനിയപ്പോൾ ഒരു 70 ഈസിയും കൂടെ അടിക്കണം. 70 എന്ന് പറയുമ്പോൾ 2300 രൂപ. എൻ്റെ പൊന്നെ, 7500 രൂപ വണ്ടിക്ക്, 2500 രൂപ ഡീസലിന്, 10000 രൂപ വണ്ടിക്ക്. എൻ്റെ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ടാക്സി വിളിച്ചിട്ട് ഇവിടെ ഒക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഇതിന്റെ ഡബിള് പോകും. സംഭവം ദാരിദ്ര്യമാണെന്നുണ്ടെങ്കിലും ഇതിനൊന്നും ഒരു ദാരിദ്ര്യമില്ല. ഇതുവരെ ഞാൻ ട്രാവൽ ചെയ്തതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള എൻ്റെ ട്രിപ്പ് എന്ന് പറയുന്നത് മേ ബി ഇതായിരിക്കും, കരീബിയൻ ട്രിപ്പ്. ഒരു ഐലൻഡിൽ നിന്ന് മറ്റൊരു ഐലൻഡിൽ പോകണം $250 വേണം. താങ്ക് യു.
$250 എത്ര രൂപ നിങ്ങളൊന്ന് കൂട്ടി നോക്കും. ഒരു ഐലൻഡിൽ നിന്ന് അടുത്ത ഐലൻഡിൽ പോകണമെങ്കിൽ മിനിമം $250 ടിക്കറ്റ് റേറ്റാ. അരമണിക്കൂർ ഫ്ലൈറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ 10-15 മിനിറ്റ് ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ, ഫ്ലൈയിങ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇറ്റ്സ് വെരി വെരി എക്സ്പെൻസീവ് ഫ്ലൈയിങ്. കാരണം ഒരു വിമാനത്തിൽ തന്നെ ആകെ 5-6 പേരൊക്കെ അല്ലേ ഉള്ളൂ. എന്ത് ചെയ്യാനാ, വേറെ വഴിയില്ല. അങ്ങനെ ഫൈനലി എൻ്റെ കറക്കെല്ലാം കഴിഞ്ഞ് ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തി. ഇതാണ് ഞാനിവിടെ താമസിക്കുന്ന എൻ്റെ വീടെന്ന് പറയുന്നത്. ഇതൊരു Airbnb ഒന്നുമല്ല, ഇതൊരു സെറനിറ്റി ലോഡ്ജസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എയർപോർട്ടിന് സമീപത്ത്, എയർപോർട്ടിൽ നിന്ന് 8 കിലോമീറ്റർ ഉണ്ട് ദൂരം മാറിയുള്ള ഒരു അക്കോമഡേഷനാണ്. ഇവിടെ എയർപോർട്ടിനടുത്ത് വേറെ ഹോട്ടലുകളോ അങ്ങനെ സംഭവങ്ങളോ ഒന്നുമില്ല. ഈ രാജ്യം മൊത്തം ഒരു പട്ടിക്കാട് സെറ്റപ്പാണ്. പക്ഷേ ഈ ഒരു സ്ഥലം അടിപൊളിയായിരുന്നു, ഈ ചേട്ടൻ അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ചേട്ടനും മറ്റുമൊക്കെ ആയിരുന്നു എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു തന്നതും. ഇവരുടെ ലൊക്കേഷനും അടിപൊളിയാണ്. ഇവിടെ നിന്ന് ഇതിൻ്റെ ആകാശ ദൃശ്യം ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെയുണ്ട് അവക്കാടോ മരങ്ങളും തെങ്ങും എല്ലാം. അപ്പോൾ നല്ലൊരു ലഷ് ഗ്രീൻ ഫോറസ്റ്റിനുള്ളിലുള്ള ഒരു വീട്. 2 പിള്ളേരൊക്കെ ഉണ്ട് അവരുടെ വീട്ടിൽ. പുള്ളിക്ക് ചേട്ടൻ ലെസ്റ്റർ എന്നാണ് പുള്ളിയുടെ പേര്. അവരെനിക്ക് വൈകിട്ട് മെസ്സേജ് അയച്ചു. ഞാനിവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മെസ്സേജ് അയച്ചു, കുറച്ച് മുമ്പ് കിച്ചൺ ക്ലോസ്ഡ് ആണ്, നിങ്ങൾക്ക് പുറത്ത് പോയി കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞു അയ്യോടാ മോശമായി പോയല്ലോ, ഇന്നലത്തെ ഫുഡ് അടിപൊളിയായിരുന്നു, ചെമ്മിയമ്മി. എന്താണെന്നറിയില്ല, ചിലപ്പോൾ ആർക്കും എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവും, നോക്കാം, എന്തെങ്കിലും ചെയ്യാം. ഈ ദ്വീപ് രാഷ്ട്രങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അറിയാമോ, വൈകുന്നേരങ്ങളിൽ ഇവിടെ ഭയങ്കര കൊതുകായിരിക്കും. നമ്മുടെ കൊച്ചിയിൽ പോലും അത്രയും കൊതുകില്ല, അതിൻ്റെ ഇരട്ടി കൊതുകായിരിക്കും ഇവിടെ എല്ലാം. അതാണൊരു പ്രശ്നം എന്ന് പറയുന്നത്. അത് കാരണം അകത്ത് കയറിയിരുന്നില്ലെങ്കിൽ പണി പാളും. ഈ സാധനം എന്താണെന്നറിയാം, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഇത് നമ്മുടെ ലെമൺ എന്തായിരുന്നു, പക്ഷേ ഇത് നമ്മുടെ ഇതിൻ്റെ പേര് ഐ ഫോർഗോട്ട് ദ നെയിം. ഇത് നമ്മുടെ തായ് ഫുഡിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റാണ്. നല്ല മണമാണ് ഇതിന്. പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ, മറന്നു. അങ്ങനെ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. ആ മലയുടെ മേളിൽ നിന്ന്, കാരണം ഇന്ന് അവിടെ ഫുഡില്ല എന്ന് അവർ പറഞ്ഞായിരുന്നു. അവർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്ന് ഫുഡില്ല എന്ന് പറഞ്ഞായിരുന്നു. സോ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. ഈ മലയുടെ മേളിൽ നിന്ന് താഴോട്ടിറങ്ങി ഒരു ചെറിയ ഓഫ് റോഡ് പോകണം, ഒരു 3 കിലോമീറ്റർ പോകണം. റെസ്റ്റോറൻ്റ് ഒക്കെ കിട്ടുമോയെന്ന് അറിയത്തില്ല. അവിടെ അവർ പറഞ്ഞ് ഇവിടെ അടുത്ത് എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതിനു വേണ്ടി നോക്കാൻ വേണ്ടി പോവാണ്. എന്തോ അല്ലേ ശരിക്കും ഇത്രയും വിജനമായിട്ടുള്ള, ഇത്രയും പഴഞ്ചൻ ഒരു രാജ്യം ഞാൻ കരീബിയനിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു റിസോർട്ടാണോ എന്ന് തോന്നുന്നു കേട്ടോ. അവിടെ റിസോർട്ടിൽ വന്നു. ഇവിടെ വേറെ ആരുമില്ല, ഇവിടെ ആകെ 2 പേരേ ഉള്ളൂ, പിന്നെ ഞാനും വേറെ ആരുമില്ല. ഇന്നത്തെ എൻ്റെ ഡിന്നർ ഈസ് ഗോണ ബി വെരി എക്സ്പെൻസീവ് ഗൈസ്. 70-80 10,000 രൂപ എല്ലാം കൂടെ പണ്ടാകട്ടെ. വേറെ വഴിയൊന്നുമില്ല, സാധനം ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ അടുത്ത് ഈ പട്ടിക്കാട്ടിൽ ഇതെങ്കിലും കിട്ടിയില്ല, അതിൻ്റെ വലിയ കാര്യം. അതൊരു ഹോട്ടലാണെന്ന് തോന്നുന്നത്. ആ ഹോട്ടലിലെ ഒരു സ്ഥലം, റെസ്റ്റോറൻറ്റ്. ഇങ്ങനെ പെടുന്ന അവസരങ്ങളിൽ എൻ്റെ കയ്യിൽ ആക്ച്വലി ഉണ്ടാക്കി കഴിക്കാനുള്ള നൂഡിൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇവിടെ വന്ന് കഴിക്കേണ്ടി വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ കഴിച്ചൊക്കെ ഇതൊരു വേറെ എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ 2000 രൂപയുടെ എൻ്റെ ഫുഡ് വന്നിരിക്കുകയാണ്. 2000 രൂപയുടെ ഫുഡ്, ചോറും കറി. ഇത് ആക്ച്വലി കോക്കനട്ട് കറിയാണ്, കോക്കനട്ട് കറി. എന്നിട്ട് ഞാൻ ചിക്കൻ എക്സ്ട്രാ പറഞ്ഞ് ഇടിച്ചാണ്. വെജായിരുന്നു ഒരു ഓപ്ഷൻ, ചിക്കൻ എക്സ്ട്രാ ആണ് വിത്ത് റൈസ്. ഇവിടെ ഒന്നും നമുക്ക് സ്പൂൺ തരില്ല. ഞാനൊരു സ്പൂൺ ചോദിച്ചപ്പോൾ ചെറിയ സ്പൂൺ കൊണ്ട് തിന്നു. ഫോർക്കും കത്തിയും വെച്ചിട്ടാണ് ഇവർ ചോറും കറിയും വരെ എടുത്ത് കഴിക്കുന്നത്. ഈ ചിക്കനാണ് ഓവർ കുക്ക് ചെയ്ത്. സംഭവം ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ചിക്കൻ ഇട്ട് ഓവർ കുക്ക്ഡ് ആയിപ്പോൾ റബറായിപ്പോൾ. ഇവിടുത്തെ എന്തോ ഒരു ലോക്കൽ ഡിഷാണ്. ഫുഡെല്ലാം കഴിച്ച് 3000 രൂപ. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ഇവിടെ വേറെ ആരുമില്ല. എനിക്ക് 3000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപ കേട്ടോ. ഇവിടുത്തെ ഇവരുടെ $85 കരീബിയൻ ഡോളർ. അപ്പോൾ പോകാൻ നേരം അവിടെ ഡെസേർട്ട് ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. എനിക്കാണെങ്കിൽ ഞാൻ മധുരം കട്ടാണ്, പക്ഷെ നല്ലൊരു ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഒരു ഐസ്ക്രീം കൂടെ വാങ്ങിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് ആ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. പുള്ള വീട്ടിലേക്കുള്ള മല. ഒരു പരിചയമില്ലാത്ത നാട്ടിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇതുപോലെ കറങ്ങുമ്പോൾ ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീലല്ലേ, അടിപൊളി. ഈ ഐലൻഡുകളിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ പറയുമോ, രാത്രിയാകുമ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നേരത്തെ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് ആകെയുള്ളൊരു ഇത്. സോ നേരത്തെ കിടന്ന് ഉറങ്ങുക, ദാറ്റ്സ് ഇറ്റ്. വേറെന്താ ചെയ്യാനുള്ളത്? വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഗുഡ് നൈറ്റ്. രാവിലെ എണീറ്റിട്ടുണ്ടാവില്ല, ചാവി പൂട്ടിയിട്ട് അവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ 5 മണി ആകുമ്പോഴേ നേരെ വെളുക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. 5-5:30 ആകുമ്പോൾ നേരം വെളുക്കും. വൈകിട്ട് 6 മണി, കറക്റ്റ് 6 മണി, 5:45-6 മണി ആകുമ്പോഴത്തേക്കിന് ഇരുട്ടുകയും ചെയ്യും. അതാ കിടക്കുന്നു എൻ്റെ ശകടം. രാവിലെ 8 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്.
ഞാനിനി പോകാൻ പോകുന്നത് സെയിൻറ്റ് ലൂഷ്യ എന്ന സ്ഥലത്തേക്കാണ്. സെയിൻറ്റ് ലൂഷ്യ അല്ലെങ്കിൽ സെയിൻറ്റ് ലൂഷ്യ എന്നൊക്കെ പറയാം. 8 മണിക്കത്തെ ഇന്റർ കരീബിയനിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ രാജ്യത്തു നിന്നുള്ള ഫസ്റ്റ് വിമാനമാണ്, അതായത് ഇവിടുത്തെ എയർപോർട്ടിൽ നിന്ന് ഫസ്റ്റ് വിമാനമാണത്. എന്ത് രസമാണെന്ന് നോക്ക്, രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്ന കാണാനായിട്ട്. വാവ്, അടിപൊളി, ഭയങ്കര ഭംഗിയാട്ടോ, എന്ത് രസമല്ലേ. സോ ഞാൻ താമസിച്ച വീട്ടിൽ നിന്നൊരു 8 കിലോമീറ്റർ ഉണ്ട് എയർപോർട്ടിലേക്ക്. കാർ റെൻ്റൽ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ ഏതായിരുന്നു നമ്മുടെ കാർ റെൻ്റൽ? ബോണസ് അല്ലായിരുന്നു. ആ, ബോണസ് ആരെ വിളിക്കട്ടെ. ഗുഡ് മോർണിംഗ്. ദൈവമേ, ആളില്ലേ? പെട്ടാ, അടിപൊളി. എന്തോന്നിടേ, അതിവിജനമായിട്ടുള്ള എയർപോർട്ടാണല്ലോ. അവരുടെ പ്രശ്നമല്ല, എൻ്റെ പ്രശ്നമാണ്. ഞാൻ നേരത്തെ വന്നിട്ടാ. അവർ 6:30 കൃത്യം വരും, ഞാൻ 6:15 വന്നു, അതാ പറ്റിപ്പോയത്. It's here, right? Yeah, I'm driving you to the terminal. Okay, fine. This is the terminal, right? Or the other one? This is the fire station. The terminal is up there. Okay, fine. Okay, appreciate that. Thank you. It's okay. Thank you for calling Bonus. Good morning. Anyway, appreciate. Thank you so Yeah, much. thank you. Alrighty. Yeah, bye-bye. Okay, bye. Let me take my bag from back. Thank you and have a good day. See ya. Bye. ആ പുള്ളിക്കാരി എന്നെ ടെർമിനലിൽ കൊണ്ടുവിട്ടു. ടെർമിനൽ വലിയ ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയായിരുന്നു. സോ ബാക്കി കാഴ്ചകൾ നാളെ.